ഇന്നത്തേത് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് കടി തയ്യാറാക്കാം എന്നല്ല, അതിനേക്കാൾ കുറച്ചുകൂടി സമയം വേണ്ടിവരും. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി എടുക്കാം. വറുത്ത അരിപ്പൊടിയാണ്. എന്നോട് ആരോ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ വറുത്ത പൊടി എന്ന് പറയുമ്പോൾ ഏതാണെന്ന്. ഇത് നമ്മൾ പാക്കറ്റിലൊക്കെ പത്തിരി ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാനായിട്ട് വാങ്ങുന്ന പൊടിയുണ്ടല്ലോ, ആ പൊടിയാണ് വറുത്ത അരിപ്പൊടി എന്ന് പറയുന്നത്. ഇനി ആ പൊടിയിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 പച്ചമുളക് അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില. ഇതിപ്പോൾ ഒരു 20 ചെറിയ ഉള്ളിയുണ്ട്. ചെറിയ ഉള്ളി എന്ന് പറയുമ്പോൾ തീരെ ചെറിയ ഉള്ളിയാണ് കേട്ടോ. നല്ല വലിയ ഉള്ളി കിട്ടുകയാണെങ്കിൽ അത് ഒരു 10 എണ്ണമൊക്കെ എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ നമ്മുടെ കൈ വെച്ചിട്ട് ഞെരടി യോജിപ്പിച്ചെടുക്കണം. ഈ മാവിലേക്ക് ആ ചെറിയ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഞെരടി മിക്സ് ചെയ്തെടുക്കണം. ഞാനുണ്ടല്ലോ, ഈ ചെറിയ ഉള്ളി വാങ്ങിക്കഴിയുമ്പോൾ ആദ്യം എടുക്കുന്നത് അതിലെ നല്ല ഭംഗിയുള്ളതും നല്ല വലിയ ഉള്ളി നോക്കി ആദ്യം എടുക്കും. അവസാനം ആവുമ്പോഴോ തീരെ ചെറിയ ഉള്ളികളായിരിക്കും പിന്നെ ഉണ്ടാവുക. പിന്നെ എന്ത് ചെയ്യാനൊക്കും? കളയാൻ പറ്റുമോ? അത് മെനക്കെട്ടിരുന്ന് വൃത്തിയാക്കി എടുക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഈ സ്വഭാവം? എൻ്റെ സ്വഭാവം ഇതാണ് കേട്ടോ. ഉള്ളിയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ടയാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. മുട്ട ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഫോർക്ക് വെച്ച് ആ മഞ്ഞക്കരുവൊക്കെ ഒന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ആദ്യം ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തപ്പോൾ തീരെ വെള്ളം ഇല്ല, മാവ് മുഴുവനായിട്ട് നനഞ്ഞിട്ട് കൂടിയില്ല. അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും 1/2 കപ്പ് വെള്ളം ഒഴിച്ചേ. ആദ്യമേ 1 കപ്പ് വെള്ളം നമ്മൾ മൊത്തത്തിൽ ഒഴിക്കാൻ പാടില്ല. പല പൊടികൾക്കനുസരിച്ചും വെള്ളത്തിൻ്റെ അളവ് നന്നായിട്ട് വ്യത്യാസം വരും. ചില പാക്കറ്റിലുള്ള പൊടികൾ നമ്മൾ വാങ്ങുമ്പോൾ അതിന് വെള്ളം കുറച്ച് മതി. ഇതിപ്പോൾ അല്ലാണ്ട് നമ്മൾ മില്ലിൽ നിന്ന് വറുത്ത് വാങ്ങിയ പൊടിയാണ്, അപ്പോൾ അതിന് അത്യാവശ്യം വെള്ളം വേണം. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പൊടി ആയതുകൊണ്ട് എനിക്കതിൻ്റെ അളവ് അറിയാവുന്നതാണേ. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പൊടിക്ക് അനുസരിച്ചിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളവും പിന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഈ ബാറ്ററിനെ മിക്സ് ചെയ്തെടുക്കുന്നത്. കുറേശ്ശെ ഒഴിച്ച് വേണം മിക്സ് ചെയ്ത് നോക്കാനായിട്ട്. നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയോ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ചേർക്കുന്നില്ല. നമ്മുടെ ഈ ബാറ്റർ ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിരിക്കണം. അങ്ങനെ വേണം നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ അതാ ഏകദേശം നമ്മുടെ മിക്സിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു കൺസിസ്റ്റൻസിയിലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കൈ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസി ആയിരിക്കണം. ഒരുപാട് കട്ടിയായി പോകാനോ ഒരുപാട് ലൂസായി പോകാനോ പാടില്ല. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. നമ്മൾ പക്കവടയൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണേ. എണ്ണ വെച്ചിട്ട് നല്ലതുപോലെ ചൂടായിട്ട് ഇരിപ്പുണ്ട് അടുപ്പിൽ. നമുക്ക് അതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്ത് നുള്ളി ഇടുക എന്ന് പറയില്ലേ, അങ്ങനെ നുള്ളി ഇട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇത് ഒരു സ്നാക്ക് വേറെ കൂടി ഞാൻ ഉണ്ടാക്കിയായിരുന്നു, അതിൻ്റെ കളറാണ് അതിൽ കാണുന്നത്. പിന്നെ ഈ സ്നാക്ക് ഇടുമ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല, ഇതിങ്ങനെ നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ടേ. ഇനി മുട്ട ചേർത്തിട്ടുള്ളത് കൊണ്ടാണോ എന്നറിയില്ല. കടയിൽ നിന്ന് വാങ്ങിയ എണ്ണയാണെങ്കിൽ നമുക്ക് പറയാം അതിലെന്തേലും മായം കാണുമെന്ന്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ തേങ്ങ ആട്ടി ഉണ്ടാക്കിയ എണ്ണ ആയതുകൊണ്ട് അങ്ങനെയും സംശയിക്കാൻ പറ്റില്ല. പിന്നെ ഇനി ആ മുട്ടയുടെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു സൈഡ് കുക്കായി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ചെറിയൊരു ഗോൾഡൻ കളർ വരണം. വല്ലാണ്ടങ്ങ് ചുമന്ന് വരില്ല, കാരണം നമ്മളിതിൽ മുളക് പൊടിയോ അങ്ങനെയുള്ള ഒന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാടങ്ങ് ചുമക്കില്ല. എന്നാലും ചെറിയൊരു ഗോൾഡൻ കളർ വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണേ. എണ്ണയിൽ നിന്ന് കോരിയ ഉടനെ നമുക്കൊരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ കണ്ണാപ്പയുണ്ടല്ലോ അതിലോ മറ്റോ ഇട്ട് വെക്കുകയാണെങ്കിൽ അതിൽ എക്സസ് ആയിട്ടുള്ള എണ്ണ അങ്ങ് പോയി കിട്ടും. ഒരുപാട് എണ്ണ കുടിക്കുന്ന സ്നാക്കോ അങ്ങനെയൊന്നുമല്ല. അരിമാവായതുകൊണ്ട് ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല. പിന്നെ നമ്മൾ ഏത് സ്നാക്കായാലും ഒരു എണ്ണയിൽ വറുത്തുണ്ടാക്കുമ്പോൾ ചെറിയൊരു എണ്ണ ഉണ്ടാവുമല്ലോ, അത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതാ ഇപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്നറിയോ? ഇതിൻ്റെ പേരാണ് ചെമ്പപ്പം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല പുറമേ ക്രിസ്പി ആയിട്ടുള്ള അകമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.